തന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും എന്തൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നാൽ അവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന് ഫലമേൽപ്പിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ പടച്ച റബ്ബിന് വല്ലാത്ത ഇഷ്ടമാ, അവരോട് അല്ലാഹുവിന് വല്ലാത്ത സ്നേഹമാണ്, അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു പെണ്ണിയെ സദസ്സിലിരിപ്പുണ്ടോ? എങ്ങനെയാണ് പടച്ചറപ്പിന്റെ സ്നേഹം കിട്ടുന്നത്? എങ്ങനെയാണ് പടച്ചറപ്പ് ഇഷ്ടപ്പെടുന്നത്? അതിനു വേണ്ടിയല്ലേ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ ഖുർആൻ ഓതുന്നത്, അതിനു വേണ്ടിയല്ലേ സദഖ കൊടുക്കുന്നത്, അതിനു വേണ്ടിയല്ലേ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്? ജീവിതത്തിൽ ഉറക്കമുടിഞ്ഞുകൊണ്ട് ഈ രാത്രി ഇവിടെ വന്നിരുന്ന് വഅദ് കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവേ, നിന്റെ ഖുർആൻ പഠിച്ച മക്കളുടെ മജ്ലിസാണല്ലോ, നിന്റെ ഖുർആൻ പഠിച്ച മക്കൾ ആദരിച്ച മജ്ലിസാണല്ലോ, ഇവിടെ വന്നിരുന്ന പടച്ചവനെ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു പ്രയാസമില്ലല്ലോ, എത്ര വലിയ പ്രതിസന്ധി വന്നാലും തകർന്നു പോകില്ലല്ലോ, അവൻ അല്ലാഹുവിന്റെ സഹായം കിട്ടുമല്ലോ, എല്ലാ വഴിയിലൂടെയും പടച്ച റബ്ബ് സഹായിക്കുമല്ലോ, പാപങ്ങൾ ചെയ്യാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കൈ അല്ലാഹു ആകുമല്ലോ, അവന്റെ കണ്ണല്ലാഹു ആകുമല്ലോ, അവന്റെ ചെവി അല്ലാഹു ആകുമല്ലോ, അവന്റെ കാലല്ലാഹു ആകുമല്ലോ, അവൻ അല്ലാഹുവിലേക്ക് നടന്നാൽ പടച്ചവൻ അവനിലേക്ക് ഓടി വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിനക്കുണ്ടോ? ഒന്നാമത്തെ പ്രതിഫലം എന്ത്? നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ